ഹലോ ഗായ്സ്, ജൂലിയുടെ കുഞ്ഞുങ്ങളെ കണ്ടാലോ? അർജുന്റെ തേങ്ങാപ്രാന്തം കാണാവേ. അർജുന് കല്ലെറിഞ്ഞു കൊടുക്കും, അത് മണം പിടിക്കും, ഓടിപ്പോയി എടുത്തോണ്ട് വരും. ഇത് തന്നെ അവന്റെ പരിപാടി. ഇച്ചിരി കഴിയുമ്പോ കണ്ടോണം അവന്റെ തേങ്ങാപ്രാന്ത്. നമ്മുടെ ജൂലി പെണ്ണിന്റെ കുഞ്ഞുങ്ങള് അച്ചോടാ വാ വിളിക്കുന്നുണ്ടോ? രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് അർജുന് വന്നേ അപ്പൊന്റെ മടിയിലൂടെ നോക്കി അങ്ങോട്ട് ഇരിക്കാം, ഒരെണ്ണം സുഖം പിടിക്കുന്നു. പിന്നെ മടി അവന്മാരുണ്ടായിരുന്നു ഇപ്പൊ വാരിക്കൊണ്ട് ഓടിയാല്. അമ്മേ ഇവരുടെ കാട്ടിടക്കൂടെ. അങ്ങനെ അർജുന്റെ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങും ഭ്രാന്ത്. ഇവിടെ കൊണ്ടുവാ. ഞാൻ കുഴിക്കൂടാ പിന്നെ വരട്ടെ. കിട്ടി അവിടെ നീ എന്നെ പോണേ ഊരിട്ട് വരട്ടെ. അവിടെ ഇട്ടേ ഇട ഇതാ ഇരി അവിടെ ഇരി ഇരി ഇരി. ഓ കറക്റ്റ് വായില് അവിടെ ചില കുട്ടികളോട് നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് കാണാൻ നമുക്കൊരു രസമല്ല. അവരുടെ ഒരു വാശിയൊക്കെ കാണാൻ. എന്ന് പറഞ്ഞ പോലെ കണ്ണനും ജൂലിയും തമ്മിലുള്ള വഴക്ക്. ഇപ്പൊ കണ്ടോണം ജൂലിയുടെ പേടിപ്പേര്. ജൂലി നിന്റെ അച്ഛനാടാ പറയുന്നത്, കത്തി താഴെടാ. കുട്ടൂസനെയൊക്കെ കടിച്ച് മറിച്ചിടുക അർജു ദേഷ്യം കയറിയാല്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലെങ്ങാണോ ഒരു പട്ടി വന്ന അതിനോടും അങ്ങനെ തന്നെ. ജൂലിയെ മാത്രം ഇവനൊന്നും ചെയ്യുകയല്ല. കണ്ണു വെട്ടിച്ച് വന്ന വേണ്ട അർജുനെ നല്ലതായിട്ട് അവള് മുഖത്ത് കടിച്ചു പറിക്കും. കുശുമ്പൂത്തിക്കൊണ്ടുള്ള ജൂലിപ്പണ്ണിന്റെ നോട്ടമൊന്നും ഇപ്പം കണ്ടോ? അർജുനെ നമ്മൾ 45 ദിവസം പ്രായമുള്ളപ്പോൾ മേടിച്ചതാ. കണ്ണൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മേടിച്ചതാ. അവൻ ആ കുളിപ്പീരും വളർത്തീരും എല്ലാം ചെയ്തത്. അതുകൊണ്ട് അവന് ഭയങ്കര സങ്കടം. അവനെന്തേലും പറ്റിയാലും നാളൊരു എന്തോ ഒരു ചെറിയൊരു അസുഖം പോലെ വന്നു. അന്ന് ഞങ്ങൾ ഓർത്തു അർജുനെ അല്ല കണ്ണനെ ആശുപത്രിയിൽ കൊണ്ടുകൊണ്ട് വരുമെന്ന്. അതുപോലെ ആ അർജുനും കണ്ണനും തമ്മിലുള്ള ആ ഒരു സ്നേഹം.
അതുപോലെ തന്നെ നമുക്ക് പശു ഉണ്ടായിരുന്ന സമയത്ത് പശുക്കിടാവ് കളിച്ച് ഓടി നടക്കുമോ, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരമായിട്ട് കാണുന്നില്ല. അപ്പോഴത്തേന് ഇരുട്ടും വീണ് ഇവനാണ് ട്യൂഷനും പോയേക്കുക. ഇവൻ പോയിട്ട് വന്നു കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ അതിലെല്ലാം തപ്പി നടന്ന് മടുത്തു. ലാസ്റ്റ് ഞാൻ വന്നിരുന്ന് കരയാൻ തുടങ്ങി. എന്നു വെച്ചാൽ നമുക്കിവിടെ കുറുനരിയുടെ ശല്യമുണ്ട്. അന്നേരം ഇപ്പോൾ അതിൻ്റെ കൈലങ്കാണം കിട്ടിയാൽ അതിനെ കടിച്ച് കൊല്ലുമല്ലോ എന്ന് പറഞ്ഞ് ഇവൻ വന്നേച്ച് അർജുനോട് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാടാന്ന് പറഞ്ഞ് ഇവർ പോയി നോക്കി. അപ്പോൾ ഉണ്ടാവും ഇവിടെ കുഞ്ഞൊരു തോട് പോലെ ഉണ്ട്, അതിൻ്റെ അകത്ത് സൈഡ് പറ്റി മണ്ണിൻ്റെ കളറായിരുന്നു കിടാവിനെ. അവൻ പോയി കണ്ടുപിടിച്ച് ഇവൻ പറഞ്ഞതേ പോയി. ഞങ്ങളെല്ലാം നോക്കിയപ്പോൾ ഇവൻ ഇവിടെ കിടപ്പുണ്ട്, ഇതിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞപ്പോൾ എത്ര വേഗം അവൻ പോയി നോക്കി കണ്ടുപിടിച്ചുകൊണ്ട് വന്നെന്നറിയാവോ? ആ ഇരുട്ടത്ത് കരട് പോലെ ഉള്ളെങ്കിൽ ജൂലിപ്പണ്ണിന്റെ പേടിപ്പേര്. വെള്ളം കുടിക്കാൻ പോയ സമയത്ത് അർജുൻ്റെ മുഖത്തിനിട്ട് ജൂലിപ്പണ്ണ് കറക്കടി കൊടുത്തു. അതിൻ്റെ ദേഷ്യത്തിലാ കണ്ണൻ കയറ്റി പൂട്ടി ജൂലിപ്പണ്ണിനെ. അതിൻ്റെ കൂടെ ഇന്നൊരു പുതിയ പണിയും കൂടെ ജൂലിപ്പണ്ണ് കാണിച്ചു. കണ്ണൻ രാവിലെ ചെന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ ചെല്ലുമ്പോഴുണ്ട് 3 പേരുണ്ട്, 3 പേരെ കാണാനില്ല. അവൾക്ക് ഇഷ്ടമുള്ള 3 പേരെ എടുത്തുകൊണ്ട് പോയി അവൾ പാല് കൊടുക്കും. അവൾ ഇഷ്ടമില്ലാത്ത ബാക്കി 3 പേരെ ഓരോ സൈഡിൽ കൊണ്ട് കാട്ടിൻ്റെ അകത്ത് ഇട്ടേക്കും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ കള്ള നോട്ടം നോക്കും. നമ്മൾ എന്തിടി കുഞ്ഞുങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേനുണ്ടല്ലോ ആ കിടക്കുന്നിടത്തോട് ഇങ്ങനെ നോക്കും, എന്നിട്ട് പാത്ത് നിൽക്കും. ജൂലിപ്പണ്ണിന്റെ പരിപാടി കണ്ടോ? അർജുൻ കുറച്ചുകൊണ്ട് ഓടും എന്താന്ന് നോക്കാന്. ഇവള് ഓടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോയി നിന്നിട്ട് ഇവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ച് കേൾപ്പിക്കും. അവള് കയറി പോക്കം കഴിഞ്ഞു. കയറി ചെല്ലുമ്പോൾ അർജുനോട്ട് ഒരു കടിയും കൊടുക്കും. ഇത് 3-4 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഇത് മാങ്ങായും കൊണ്ട് ഷേക്ക് അടിച്ചു, മാങ്ങാപ്പഴവും കൊണ്ട് ഷേക്ക് അടിച്ച് ഞാൻ ചുമ്മാ എൻ്റെ കയ്യിൽ ഇവന് ഇരിപ്പുണ്ടായിരുന്നു, ചുമ്മാ തോണ്ടി ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ ഭയങ്കര സ്പീഡിൽ കുടിക്കുന്നു. നീ കൊണ്ടുവന്നടാ അവരെ കൂടെ. ഞാൻ കരിക്കലവും ചട്ടിയെല്ലാം കഴുകാനെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ പോയി ഒരഞ്ഞിട്ട് ഇപ്പൊ കണ്ടോണേ. മുഴുവൻ അർജുനോട് എന്തിനാ വഴക്കുണ്ടാക്കുന്ന? ഇനി എടുത്തോണ്ട് വേടാ അവരെ കൂടെ. കണ്ണനെ വിളിക്കുന്നു പറഞ്ഞു. ഇപ്പോഴേ കുഞ്ഞുങ്ങളെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന് ഇവിടെ അപ്പു ഇപ്പോഴേ തുടങ്ങി എന്നാ വന്നാലും ആർക്കും കൊടുത്തേക്കല്ല, കുഞ്ഞുങ്ങളെ ഒന്നും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടിയില്ല ഇപ്പോഴേ. ഇതുങ്ങളുടെയൊക്കെ ഒരു സ്നേഹം, പ്രത്യേക സ്നേഹം. നമുക്ക് പശുക്കൾ ഉണ്ടായിരുന്ന സമയത്ത് പശുക്കിടാക്കൾ ഇതുപോലായിരുന്നേ. പാല് കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അഴിക്കുമ്പോഴത്തേന് എന്താ ഒരു സ്നേഹവും. നമ്മുടെ പുറകെ ഇങ്ങനെ വരുവേ, ഇതുപോലെ വന്ന് കയ്യേലും ഒക്കെ നക്കി ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. അവർക്കൊക്കെ ഓരോ പേര് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് വിളിക്കുമ്പോഴേ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴേ തിരിച്ചുള്ള കരച്ചിലും ഒക്കെ എന്ത് രസമായിരുന്നു. ഇത് കരക്കലത്തിൽ പോയി എന്റെ കയ്യിലോട്ട് ഇതിലോട്ട് പോയി പോയി വീണു, കവന്ന് വീണു. ഇത് കുളിപ്പിക്കണം. അർജുനോടല്ല, അതെ അങ്ങോട്ട് പോയാണ്. അതിലുണ്ട് അവനെന്തിനാ ഇടയ്ക്കാവത്. അതെ ഇടയ്ക്ക് മുഖം നിറച്ചായി. വിട്ടോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ അയ്യോ തപ്പി പോവാ.
ഇതുണ്ട് കരിക്കലത്തെ പോയി മുട്ടിയത് ഞാൻ പോയി കരിക്കലത്തെ മുടി ഇത് കുളിപ്പിക്കാൻ മതി. ഞാൻ കുളിപ്പിച്ചോളാം എല്ലാത്തിനും. ഷാമ്പൂ ഇട്ട് എല്ലാത്തിനും കുളിക്കുക. അവിടെ അല്ല സ്ഥലം, ഇവിടെ സ്ഥലം മാറി. മറ്റേ ആ സിപ്പപ്പ് ഇതില്ലേ അത് മേടിച്ചു കൊടുക്കണേ കുടിക്കും ഒന്നേ രണ്ടേ 6 കൊടുത്താൽ മതി. സ്പൈക്ക് അങ്ങനെയൊന്നും കാണിക്കാതെ ഞാൻ ചുമ്മാ ചെയ്തേ കേട്ടോ. ഇതിലോട്ട് നോക്കി ഷേക്ക് കുടിച്ച് വീണു. എല്ലാം ഉറങ്ങി തുടങ്ങി. ഷേക്കും കുടിച്ചിട്ട് ഉച്ചമയക്കമായെന്ന് തോന്നുന്നു. ഇറങ്ങി അപ്പുറത്തോട് വന്നത് ഇതിമ്മ സൈക്കിളിന് അങ്ങോട്ട് പോയിക്കേ അമ്മേ. അമ്മോ ആ സൈക്കിളിന് അങ്ങോട്ട് നോക്ക്. മതി അമ്മ അവിടെ നോക്ക്. അച്ചോടാ അപ്പന്റെ മുണ്ടു കിടക്കുന്ന കണ്ടോ. ചോദിച്ചെല്ലാരും തീറ്റ തിന്നാനാവുമ്പോ പറയണം കൊണ്ടുപോകാനാന്ന് പറയുവേ. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്ന അവന് ഇഷ്ടമില്ല. എന്നോട് ഒരു അമ്മ ഇത് പോസ്റ്റ് കഴിയുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ തരത്തില്ലെന്ന്. അപ്പോൾ ശരി ഗൈസ്.